السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا معز أعزني يا معز أعزني بك دائما في حفظ عصمتك القديمة مغنما وانصر على أعدائنا يا ناصر اردد خديعة مكرهم يا قاهر يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم الصلاة والسلام عليك يا رسول الله
الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. പ്രിയപ്പെട്ട സ്നേഹനിധികളായ ഹിദായത്തുൽ അൻവാറിന്റെ പരിശുദ്ധവും പരിപാവനവുമായ ആശൂറാ രാവിൽ ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട മുഴുവൻ കുടുംബങ്ങളെയും ഈ മജ്‌ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യ പരസ്യമായി ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾക്കെല്ലാം അല്ലാഹു ശിഫാ തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരട്ടെ. ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ദുആകൾക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഹഫ്സത്ത് എന്ന് പറയുന്ന സഹോദരി ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാവിധ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. ടെക്നോ ടിപ്സ് TCNO ടിപ്സ് അതായത് ടെക്നോ ടിപ്സ് എന്നാണ്. അല്ലാഹു തആല അവർക്കെല്ലാം ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ. മകനിക്ക് നല്ല ജോലി കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ നുസൈറാസ് വേൾഡ് ഉമ്മു ഹബീബ ദുആ ചെയ്യണം ഉസ്താദ്. എന്റെ ഭർത്താവിന്റെ ഉമ്മയുടെ ആണ്ടാണ് നാളെ. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ജമീല ഷാജി മുഹറത്തിന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അവരുടെ ഉമ്മയുടെ കാലിന്റെ വേദന അല്ലാഹു ശിഫാ കൊടുക്കട്ടെ. നിസ്കാരമുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീംഖാൻ ഷബാന എന്റെ മകനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ജോലി മാറ്റി കിട്ടുവാനും നല്ല ശമ്പളം കിട്ടുവാനും. ഭർത്താവ് മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 20 വർഷം പിന്നിടുകയാണ്. ജീംഖാന്റെ ഉമ്മയാണ് മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഉമ്മ എന്നോടൊപ്പം തട്ടത്തുമല ജാമിഅ ഹിദായയിൽ പഠിച്ച ഒരുപാട് സ്നേഹത്തോടെ കാണുന്ന ആ മാതാവിന്റെ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു തആല ആ സഹോദരിയുടെ ആ മാതാവിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ഭർത്താവിന് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ആ പ്രിയപ്പെട്ട സഹോദരന്റെ ജോലിയിൽ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. നല്ല ശമ്പളവും നല്ല വരുമാനവും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ മരുമകൾ ഗർഭിണിയായ വിവരം അറിയണം. സുബൈദ എന്ന് പറയുന്ന സഹോദരി ഇൻഷാ അല്ലാഹ് അല്ലാഹു എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാവരുടെ സന്തോഷവും അല്ലാഹു നിലനിർത്തി തരട്ടെ. അല്ലാഹു നമുക്ക് തരാനുള്ളത് ഖൈറായ രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ മജ്‌ലിസ് എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഇന്ന് പരിശുദ്ധവും പരിപാവനവുമായ ഒരു രാവാണ്. ഒട്ടും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാനില്ല. ദിക്റുകൾ കൊണ്ടും സലാത്തുകൾ കൊണ്ടും അസ്മാഉൽ ഹുസ്ന ചൊല്ലിയും മദ്ഹ് ഗാനങ്ങൾ ആലപിച്ചുമൊക്കെ നമുക്ക് ഇന്നത്തെ സമയം നമുക്ക് ചെലവഴിക്കണം. ഒരല്പ സമയമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആരും അതിലുപേക്ഷ വിചാരിക്കരുത്. അല്ലാഹു തആല കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മകൾക്കും ഭർത്താവിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാവിധ നിഅമത്തുകളും അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സമദ് നാഫി ഉസ്താദ് പ്രിയപ്പെട്ട സഹോദരൻ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നാഫിയ ഇൽമു കൊടുക്കട്ടെ. എല്ലാ അസുഖങ്ങൾക്കും അല്ലാഹു ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഭർത്താവിന്റെ സഹോദരിക്ക് വീടിൽ അല്ലാഹു ഖൈറായ ഭവനം കൊടുക്കട്ടെ. അവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടി കൊടുക്കട്ടെ. കുടുംബത്തിൽ അല്ലാഹു എല്ലാവിധ ബറക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നിഅമത്തും കൊടുക്കട്ടെ. വീട് വാങ്ങാൻ നോക്കുമ്പോഴൊക്കെ ഓരോരോ തടസ്സങ്ങളാണ്. അല്ലാഹു തആല അത് മാറ്റി കൊടുക്കട്ടെ. എല്ലാ ഷർറുകളെ തൊട്ടും അല്ലാഹു കാവൽ നൽകട്ടെ. സുഹറ ഫാത്തിമ മേലാറ്റൂരിൽ നിന്ന് അല്ലാഹു തആല
തആലയുടെ മുറാദ് ഹാസിലാക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു അവരുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അവരുടെ നിയ്യത്തുകൾ അല്ലാഹു കബൂലാക്കട്ടെ. AJ എഡിറ്റ്സ് രോഗങ്ങൾ ശിഫയാകുന്നതിന്, പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു എല്ലാ അസുഖങ്ങൾക്കും ശിഫാവ് കൊടുക്കട്ടെ. പരീക്ഷയിൽ ഉന്നത വിജയം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആയിഷ ഉസ്താദിന്റെ മുറാദ് ഹാസിലാകുന്നതിന്, തടി കുറയുന്നതിനും അസുഖം മാറുന്നതിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു തആല അവരുടെ മുറാദ് ഹാസിലാക്കട്ടെ. അവരുടെ വിഷമങ്ങൾ അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. ഷാഫി എന്ന സഹോദരൻ, ഉമ്മായുടെ 2ാമത്തെ ആണ്ട് ദിവസമാണ്. അല്ലാഹു നീ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗീയ ആരാമങ്ങളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ പരവതാനികൾ നീ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ഉടയാടകൾ നീ ധരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ എല്ലാം നീ കബൂലാക്കണേ റബ്ബേ. സുബൈർ PC എന്റെ ഉമ്മായുടെ 5ാമത്തെ ആണ്ടാണ്. അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ. സൗദ TK ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ മുറാദ് ഹാസിലാക്കട്ടെ. മുഹമ്മദ് കുഞ്ഞ് സാഹിബ് അല്ലാഹു തആല അവരുടെ മുറാദ് ഹാസിലാക്കട്ടെ. അവരുടെ നൊമ്പരങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. അവരുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഫാസിൽ എന്ന സഹോദരൻ മക്കളെ എല്ലാം അല്ലാഹു സ്വാലിഹീങ്ങളാക്കി കൊടുക്കട്ടെ. ഹംസ ഷംസുദ്ദീൻ അല്ലാഹു തആല ഖൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. റിസ്വാൻ റിസ്വ ഹസ്ബൻഡിന് നല്ല ജോലി അല്ലാഹു കൊടുക്കട്ടെ. ഖൈറായ വരുമാനം കൊടുക്കട്ടെ. ഖൈറായ ശമ്പളം കൊടുക്കട്ടെ. മരുമകളുടെ കാര്യത്തിൽ അല്ലാഹു തആല എല്ലാവിധ ബറക്കത്തും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഉമ്മു ഹബീബ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ജുബൈരിയ റസാഖ് മക്കള് സ്വാലിഹീങ്ങളാക്കി മക്കളാവെ ദുആ ചെയ്യണം. അല്ലാഹു തആല സ്വാലിഹായ മക്കളെ കൊടുക്കട്ടെ. കണ്ണിന് കുളിർമയേകുന്ന മക്കളെ കൊടുക്കട്ടെ. എല്ലാ ചികിത്സകളും റബ്ബേ നീ പരിപൂർണ്ണ വിജയത്തിലെത്തിക്കണേ അല്ലാ. ദുആ ചെയ്യണം. മുറാദ് ഹാസിലാക്കാൻ നാഫി നാജി അല്ലാഹു തആല മുറാദുകൾ ഹാസിലാക്കട്ടെ. സബീന നൗഷാദ് എന്നെയും കുടുംബത്തിനെയും ദുആ ചെയ്യാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫാത്തിമ ബീവി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആലുവയിൽ നിന്ന് സാജിദ ബീവി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അനീസ താജുദ്ദീൻ, അജ്മൽ സാഹിബ് വയലാർ അല്ലാഹു തആലയുടെ മക്കളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാ രോഗങ്ങൾക്കും ശിഫാ കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. ഫാദിമോനും അതുപോലെ തന്നെ ആൽഫ അസീസ് അല്ലാഹുയുടെ മുറാദ് ഹാസിലാക്കട്ടെ. എല്ലാ ദിവസവും നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാണ്. അല്ലാഹുവേ യൂനുസ് സാഹിബ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു കച്ചവടത്തിലൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവിധ നിഅമത്തുകളും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. തസ്ലീന PK അല്ലാഹു തആല എല്ലാവിധ നിഅമത്തുകളും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കടങ്ങൾ ഒരുപാടുണ്ട്, അസുഖങ്ങളുണ്ട്. അല്ലാഹു തആല കടങ്ങൾ വീട്ടി കൊടുക്കട്ടെ. മുറാദുകൾ അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാ രോഗങ്ങൾക്കും ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉസ്താദ് കുട്ടിയുടെ വാപ്പയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി കാണുന്നത് തുറന്നു വിളിക്കാൻ തോന്നുന്നു. അല്ലാഹു തആല നല്ല മനസ്സ് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആ ഭർത്താവിന് തിരിച്ച് വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് വന്ന് നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധവും പരിപാവനവുമായ ഈ രാവിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആമുഖമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. ഈ മജ്ലിസ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുമെന്ന മജ്ലിസ് എന്നതിൽ ഏറെ സംശയമില്ല. ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റുള്ള അംഗങ്ങളെയും കൂടി പങ്കെടുപ്പിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് നിങ്ങൾ വായിച്ചു നോക്കിക്കേ. നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായി നൽകുന്ന ഒരു നമ്മുടെ മഹലിൽ പെട്ട തന്നെ ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ ഒരു കടയുണ്ട്. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് ലൈവൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സാധുക്കളായ പെൺകുട്ടികളുടെ വസിയത്തുകൾ വിവാഹം നടക്കുന്നതിന് വേണ്ടി അതിനുള്ള സാമ്പത്തിക സഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉസ്താദ് ദുആ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഉസ്താദ് ഒരു കാര്യം ചെയ്യാ, നമ്മുടെ കടയിൽ നിന്ന് ഒരു ചെറിയൊരു കടയാണ്, ഒറ്റമുറി കടയാണ്, എന്നാലും ശരി, ആ സഹോദരന്റെ വലിയൊരു മുറാദ് നിങ്ങൾ നോക്കിക്കേ. നിർധനരായ സാധുക്കളായ പെൺകുട്ടികൾക്ക് വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായിട്ട് നൽകുന്ന വലിയൊരു പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ലിങ്ക് അതിന്റെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ആഗ്രഹമുള്ള ആളുകൾ, പെൺകുട്ടികൾക്ക് വിവാഹ വസ്ത്രം സൗജന്യമായിട്ട് ആവശ്യമുള്ള ആളുകളെല്ലാം ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്ത് അവരുടെ ആ ഗ്രൂപ്പിലേക്ക് അവരുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചാൽ മതി. അതിന്റെ അകത്ത് കൂടുതൽ ഡീറ്റെയിൽസ് പറയും.
നിങ്ങളുടെ ദൂരം അവർക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്ക് കൊറിയർ വഴിയോ അതുപോലെ തന്നെ തപാൽ വഴിയോ ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരും. അതുകൊണ്ട് നിങ്ങൾ അത് വിഷമിക്കേണ്ട. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ നിർധരരായ സാധുക്കളായ പെൺകുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ട് എങ്കിൽ അവരുടെ കല്യാണം നടത്തുന്നതിന് വസ്ത്രം വാങ്ങാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. ഈ മജ്‌ലിസ് കാണുന്നവർക്ക് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അവർക്ക് വേണ്ടിയിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഏർപ്പാടാക്കുന്ന ഈ പദ്ധതിയിൽ എല്ലാവരും ഭാഗമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നീല ആ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നിർധരരായ പെൺകുട്ടിക്ക് വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായിട്ട് നൽകുന്നു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല കബൂലാക്കട്ടെ. ഫാറൂഖ് എം പി അലൈക്കും അസ്സലാം, കാലുവേദന അല്ലാഹു തആല ശിഫാ തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ തന്ന് അനുഗ്രഹിക്കട്ടെ. ഖദീജ ഉമ്മാടെ അസുഖം അല്ലാഹു തആല ശിഫാ കൊടുക്കട്ടെ. ഇസ്മായിൽ നീലേശ്വരത്തിൽ നിന്നാണ്, കോട്ടപ്പുറം. ബാങ്കിൽ ഒരുപാട് കടങ്ങളുണ്ട്, ജപ്തിയിലാണ്. അല്ലാഹു തആല കടങ്ങൾ വിട്ടിക്കൊടുക്കട്ടെ. ജപ്തി ഭീഷണി അല്ലാഹു തആല മാറ്റിക്കൊടുക്കട്ടെ. എല്ലാ രോഗത്തിനും അല്ലാഹു ശിഫാ കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിക്കൊടുക്കട്ടെ. ഇവിടെ കടങ്ങളൊക്കെ അല്ലാഹു തീർത്തു കൊടുക്കട്ടെ. എല്ലാ തടസ്സങ്ങളും റബ്ബേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. വീട് പണിയൊക്കെ അല്ലാഹു എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ ഈ മജ്‌ലിസ് എല്ലാവരും പരിപൂർണമായി എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണം. മുഹറം 9-ന്റെയും 10-ന്റെയും അനുഗ്രഹീതമായ രാവുകളാണ്, ദിവസങ്ങളാണ്. നഷ്ടപ്പെടുത്തി കളയരുത് മുഅ്മിനേ, പാഴാക്കി കളയല്ലേ. അല്ലാഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. ഒരുപാട് പ്രതീക്ഷകളോടെയാണ് മജ്‌ലിസിൽ നിങ്ങൾ പങ്കെടുക്കുന്നതെന്നറിയാം. ഒരുപാട് നൊമ്പരപ്പെട്ട മജ്‌ലിസ് മനസ്സോടുകൂടിയിട്ടാണ് ഈ മജ്‌ലിസിൽ നിങ്ങൾ പങ്കെടുക്കുന്നതെന്നറിയാം. അല്ലാഹുവേ അവിടെ മുറാദുകളെല്ലാം ഹാസിലാക്കണേ അല്ലാ. അവിടെ നിയ്യത്തുകളെല്ലാം കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ഇന്ന് നോമ്പെടുത്തവരാരൊക്കെയുണ്ട്? 123 പേര് നമ്മുടെ മജ്‌ലിസ് കാണുന്നുണ്ട്. 123 പേര് മറുപടി പറയണം. ഇന്ന് നോമ്പെടുത്തവര്, നമ്മുടെ മക്കളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരൊക്കെ ആരൊക്കെയുണ്ട്? ഇന്ന് നോക്കട്ടെ. അറിയണമല്ലോ. ചെയ്ത അമലുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അങ്ങനെ കാണിക്കുന്നില്ല. എല്ലാവർക്കും ഒരു പ്രചോദനമാകണമല്ലോ. എത്ര പേരുണ്ട്? ബി ഉസ്താദ് വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഖബറിലാണ് മാതാപിതാക്കൾ. അല്ലാഹു എല്ലാവർക്കും നിഅമത്തും ബറക്കത്തും കൊടുക്കട്ടെ. അവരുടെ എല്ലാ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ചാരിമുട്ടിൽ നിന്ന് ഷാനിഫയാണ്. അല്ലാഹു തആല എല്ലാവിധ നിഅമത്തുകളും കൊടുക്കട്ടെ. ആയിഷ ഏലംകുളത്ത് നിന്ന് അല്ലാഹു തആല എല്ലാവിധ മുറാദുകളും ഹാസിലാക്കട്ടെ. ആരൊക്കെയുണ്ട്? നോമ്പ് പിടിച്ചവരാരൊക്കെയുണ്ടെന്ന് അറിയിച്ചേ. ഒന്നറിയിക്കും. ഞാൻ സാജിദ യൂനിസ്, സായിഫുൻ നിസാ സൈഫു, ഉമ്മു ഹബീബ, മാഷാ അല്ലാഹ് ബറക്കത്ത് ചെയ്യട്ടെ. ഖദീജ, തസ്രീം, വസ്സ, നുബൈസ നോമ്പെടുത്തു. ഫാറൂഖ് എം പി നോമ്പെടുത്തു. മുഹമ്മദ് മുസ്തഫ ഞാൻ എടുത്തു. മാഷാ അല്ലാഹ് കുടുംബത്തോടൊപ്പം എടുത്തില്ലേ? സുലൈമാത്ത് ചാലി, ഭർത്താവിന് ശാരീരികവും മാനസികവുമായ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. അല്ലാഹു പരിഹരിക്കട്ടെ, മനസ്സമാധാനം കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. ആരൊക്കെ നോമ്പെടുത്തു? സുബൈദ ഞാനും നോമ്പെടുത്തു. 1 മുതൽ നോമ്പുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. സുമ്മയുടെ കാലുവേദന അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. എനിക്കും കുടുംബത്തിനും നോമ്പുണ്ടായിരുന്നു. അമാൻ ഷഫീഖ് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ഷമീ ഈസർ അലി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ഞാനും നോമ്പ് നോറ്റു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നോമ്പ് നോറ്റു. ജോലി കുറവാണ്. അല്ലാഹു തആല ഖൈറായ ജോലി തരട്ടെ, ഖൈറായ വരുമാനം തന്ന് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. എടുത്തു നോമ്പെടുത്തു. കൂട്ടത്തിൽ ഞാനും എടുത്തു. നോമ്പെടുത്തു. ഞാൻ ഹസീന ഞാനും നോമ്പെടുത്തു. ഞാൻ എടുത്തില്ല. സലീം അതെന്താ? വയ്യാത്തോണ്ടാണോ? അല്ലാഹു തആല എല്ലാ മുറാദുകളും ഹാസിലാക്കട്ടെ. അലൈക്കും അസ്സലാം. അല്ലാഹു തആല നിഅമത്ത് തരട്ടെ. ലൈല ബീവി നോമ്പ് പിടിച്ചു. അൽഹംദുലില്ലാഹ്. ഹംസ ശംസുദ്ദീൻ വിപി ഞാനും നോമ്പെടുത്തു. അഫ്നാൻ അഹമ്മദ് ഞാനും നോമ്പെടുത്തു. സഫു ഞാനും നോമ്പെടുത്തു. തസ്ലീന നോമ്പെടുത്തില്ല. സൈഫുൻ നിസാ സൈഫു ഞാൻ ചെറിയ കുട്ടിയാണ്. ആണോ? പരിശീലനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ? നോമ്പെടുക്കാൻ കുഴപ്പമില്ല കേട്ടോ. എത്രത്തോളം നമുക്ക് പറ്റുമോ അത്രത്തോളം നോമ്പെടുക്കാം. ഉച്ചയ്ക്ക് നമുക്ക് വിശന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യാം? നോമ്പ് മുറിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മുറിച്ചാൽ മതി കേട്ടോ. നാളത്തെ നോമ്പൊന്ന് എടുക്കാൻ ശ്രമിച്ചു കേട്ടോ. കേട്ടാ മോളെ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. സാജിദ യൂനിസ് എല്ലാവരുടെയും കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യും. ഇന്നത്തെയും നാളത്തെയും നോമ്പെടുത്തതിനുള്ള പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പെടുത്തവർക്കുള്ള പ്രതിഫലം എന്തെന്നറിയോ? കഫാറത്തു സലാ
കഫാറത്തുസനാ, നമ്മുടെ ഒരു വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ രണ്ടത്താണി നോമ്പെടുത്തിട്ടുണ്ടോ? ഫാസിൽ ഫർസിൻ, ഞാൻ നോമ്പെടുത്തു, ഞാൻ കുട്ടിയാണ്. മാഷാ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, എല്ലാവിധ നിഅമത്തും തരട്ടെ. നോമ്പുണ്ടായിരുന്നു ഫൗസിയ, നോമ്പുണ്ടായിരുന്നു ഫൗസിയ വെളിയങ്കോട്, അല്ലാഹു തആല ഖൈറും തരട്ടെ. മൈമൂനത്ത് കൊണ്ടോട്ടിയിൽ നിന്ന് ഭർത്താവിന്റെയും മോന്റെയും ജോലിയിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. നസീമ സിനാൻ, സുലൈമാൻ സബീന നൗഷ, ഞാനും മക്കളും നോമ്പെടുത്തു അൽഹംദുലില്ലാഹ്. ഞാനും നോമ്പെടുത്തു. മൊയ്തീൻ കുഞ്ഞ് സാഹിബ് കർണാടകയിൽ നിന്നാണ് അവർ. അല്ലാഹു തആല എല്ലാവിധ നിഅമത്തുകളും തരട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മുടെ ഒരു വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഒരുപാട് തെറ്റുകൾ ചെയ്തവരല്ലേ മുഅ്മിനേ ഞാനും നിങ്ങളും. നമ്മളൊക്കെ ഒരുപാട് കണ്ണുകൾ കൊണ്ട് ഒരുപാട് പാപങ്ങൾ കണ്ടവരല്ലേ, കാതുകൾ കൊണ്ട് ഒരുപാട് തെറ്റുകൾ കേട്ടവരല്ലേ, നമ്മുടെ നാവുകൾ കൊണ്ട് ഒരുപാട് ഹറാമുകൾ പറഞ്ഞു പരത്തിയവരല്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരണ്ടേ. അത് പുറത്തു തരാനും അല്ലാഹു തആല സമ്മാനിച്ച പരിശുദ്ധമായ നോമ്പാണ് നമ്മുടേത്. ഈ ദിവസത്തിലും നാളത്തെ ദിവസത്തിലും എടുക്കുന്ന നോമ്പ്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ, അടുത്ത അലോട്ട്മെന്റിൽ ആ പൊന്നുമകൾക്ക് അഡ്മിഷൻ കൊടുക്കണേ അല്ലാ. വീടുപണി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. മുഹമ്മദ് സഫ്വാൻ എന്ന് പറയുന്ന സഹോദരന്റെ വീടുപണി നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാൾ ആശൂറാ ദിവസത്തിൽ നോമ്പെടുത്താൽ അല്ലാഹു 60 വർഷം പകല് നോമ്പെടുത്തു, അല്ലാഹു 60 വർഷം പകല് നോമ്പെടുത്ത് രാത്രി നിസ്കരിച്ച ഇബാദത്തിന്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തുമെന്ന്. അവൻ 70 തവണ ഹജ്ജും ഉംറയും ചെയ്തവനെ പോലെയാ. കതബല്ലാഹു ലഹു ഇബാദത 60 സന സിയാമ അയ്യാമിഹാ وقيام لياليها وكأنما حج واعتمر 70 مرة. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളത്തെ മുഹറമിന്റെ 10ാമത്തെ നോമ്പ് വളരെ പവിത്രമായ നോമ്പാണ്. ലോകത്തുള്ള എല്ലാ വിശ്വാസികളും വളരെ ആദരവോടെ കാണുന്ന, വളരെ ബഹുമാനത്തോടെ കാണുന്ന, വളരെ ഭക്തിയോടെ ആദരവോടെ കാണുന്ന പുണ്യമായ നോമ്പാണ് നാളത്തെ നോമ്പ്. ആ നോമ്പെടുത്താൽ 60 വർഷം പകല് നോമ്പെടുത്തവനെ പോലെയാണ്. രാത്രി നിസ്കരിച്ച ഇബാദത്തിന്റെ പ്രതിഫലം അവർക്ക് രേഖപ്പെടുത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹജ്ജ് ചെയ്യാൻ നമുക്കൊരു ഭാഗ്യം വേണം. ആ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് വേണോ മുഅ്മിനേ? ഒരു ഹജ്ജ് ചെയ്തതിൻ്റെതല്ല, 2 ഹജ്ജ് ചെയ്തതിൻ്റെതല്ല, 3 ഹജ്ജ് ചെയ്തതിൻ്റെതല്ല. ആ മനുഷ്യൻ 70 തവണ ഹജ്ജും ഉംറയും ചെയ്തതിന്റെ പ്രതിഫലം അവനിക്ക് കിട്ടുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സമ്പത്ത് കുറവായിരിക്കും, ആരോഗ്യം കുറവായിരിക്കും, അതിനുള്ള സൗകര്യം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്നാൽ 70 വർഷത്തെ ഹജ്ജ് ചെയ്തവനെ പോലെയാണ്, ഉംറ ചെയ്തവനെ പോലെയാണ് നാളത്തെ നോമ്പെടുത്താൻ ശഫീഉനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല ബറക്കത്ത് ചെയ്ത്. ഞാൻ നോമ്പെടുത്തില്ല, എനിക്ക് ക്യാൻസർ ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവേ, ആ ജമീല മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരിക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഓ
ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആ മാരകമായ അസുഖത്തിനെ തൊട്ട് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, നാളത്തെ 10ന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് അവിടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ വല്ലാത്ത സങ്കടം റബ്ബേ നീ കാണുന്നുണ്ടല്ലോ അല്ലാ, നീ അറിയുന്നവനാണല്ലോ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ മറ്റ് ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് പടർന്നു പിടിക്കുന്ന തരത്തിലേക്ക് അല്ലാഹുവേ ആ അസുഖത്തിന് നീ പടർത്തല്ലേ അല്ലാ. അല്ലാഹുവേ ക്യാൻസർ രോഗം കൊണ്ട് വിഷമം അനുഭവിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ അല്ലാ, നാളത്തെ ദിവസം വല്ലാത്ത പ്രതീക്ഷയുള്ളതാണ് റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. ആമീൻ പറയണേ മുഅ്മിനീങ്ങളെ. ആരുടെ ആമീന പടച്ച തമ്പുരാ സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളും പ്രാർത്ഥനകൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയുള്ള ഉറപ്പുള്ള ദിവസത്തിലെ ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ആമീൻ പറയണേ. മാത്രമല്ല നിങ്ങളും ദുആ ചെയ്യണേ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആ പുണ്യ സഹോദരന് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അതുപോലെ വല്ലാതെ വിഷമത്തിൽ കഴിയുന്ന ഒരുപാട് കുടുംബത്തിലുള്ളവരുണ്ട്. അവരുടെ രോഗങ്ങൾക്കെല്ലാം നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ആജിലായ ശിഫാവ് കൊടുക്കണേ അല്ലാ, താമായ ശിഫാവ് കൊടുക്കണേ അല്ലാ. അവരുടെ വേദനകൾക്ക് ശമനം കൊടുക്കണേ അല്ലാ. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. നിനക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഈ മജ്‌ലിസ് ആരും നഷ്ടപ്പെടുത്തി കളയരുത്, ആരും ഒഴിവാക്കി കളയരുത്. എല്ലാവരും പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഈ മജ്‌ലിസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ദുആ വസിയത്തുകൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നതാണ്. മാത്രമല്ല മറ്റു ദുആകളിലുമൊക്കെ നിങ്ങളെ പ്രത്യേകം ഉൾപ്പെടുത്തും. അല്ലാഹു തആല കബൂലാക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ നിഅമത്തുകളും ചൊരിഞ്ഞു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, യാത്രയിൽ ആശൂറ അഥവാ നാളത്തെ നോമ്പെടുത്ത ബഹുമാനപ്പെട്ട സുഹരി റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ ചോദിക്കുകയാണ്, അല്ലയോ തങ്ങളെ, നിങ്ങൾ റമളാനിൽ യാത്ര ചെയ്യുമ്പോൾ നോമ്പെടുക്കാറില്ലല്ലോ. നിങ്ങൾ റമളാനിൽ യാത്ര ചെയ്യുമ്പോൾ നോമ്പെടുക്കാറില്ലല്ലോ. അപ്പൊ സുഹരി തങ്ങൾ മറുപടി പറയുകയാണ്, റമളാനിനെ കുറിച്ച് നിങ്ങൾ രോഗികളോ യാത്രയിലോ ആണെങ്കിൽ നിങ്ങൾ മറ്റു ദിവസങ്ങളിൽ നോമ്പ് പിടിച്ചാൽ മതിയെന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആശൂറ അഥവാ നാളത്തെ നോമ്പിനെ കുറിച്ച് അങ്ങനെ അല്ലാഹു തആല പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് ഗൗരവമായി കണ്ടുകൊണ്ട് യാത്രയിലാണെങ്കിൽ പോലും, പണ്ടത്തെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാട്ടിലേക്ക് പോകണമെങ്കിൽ മാസങ്ങൾ എടുക്കണം. ഒട്ടകപ്പുറത്തും അതുപോലെ തന്നെ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ മാസക്കണക്കിന് ഇങ്ങനെ യാത്ര ചെയ്യണം. ഇന്നത്തെ പോലെ ഫ്ലൈറ്റോ അതുപോലെ തന്നെ ട്രെയിൻ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ ദുർഘടം പിടിച്ച യാത്രയിലും പരിശുദ്ധമായ റമളാനിൽ അല്ലാഹു തആല നോമ്പ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ നോമ്പെടുത്താൽ മതിയെന്ന് പരിശുദ്ധമായ റമളാനിന്റെ നോമ്പിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുഹറമിന്റെ നോമ്പിനെ കുറിച്ച് അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ മുഹറമിന്റെ 10ന്റെ നോമ്പിൽ എത്ര ദുർഘടം പിടിച്ച യാത്രയാണെങ്കിലും ആ യാത്രയിൽ ഞാൻ നോമ്പെടുക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട സുഹരി തങ്ങൾ പറഞ്ഞുവെങ്കിൽ നാളത്തെ നോമ്പിന്റെ പവിത്ര എത്രയാണെന്നറിയുമല്ലോ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാമല്ലോ. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ദുആനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാ
നിഅമത്തുകളും അല്ലാഹു തആല ചൊരിഞ്ഞു തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ഖൈറാത്തുകളും അല്ലാഹു തആല ചൊരിഞ്ഞു തരട്ടെ. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബനൂ ഇസ്രായേലുകാർക്ക് അല്ലാഹു വർഷത്തിൽ ഒരു ദിവസം നോമ്പ് നിർബന്ധമാക്കി. അത് മുഹറം 10 ആശൂറ ദിവസമാണ്, അഥവാ നാളത്തെ ദിവസമാണ്. ആ ദിവസം നിങ്ങൾ നോമ്പെടുക്കുകയും നിങ്ങളുടെ ആശ്രിതർക്ക് വിശാലത ചെയ്യുകയും ചെയ്താൽ, ഒരാൾ ആശൂറ ദിനത്തിൽ തന്റെ സമ്പത്തിൽ നിന്ന് തന്റെ വേണ്ടപ്പെട്ട തന്റെ മക്കൾക്ക് തന്റെ കുടുംബക്കാർക്ക് ചെലവ് ചെയ്താൽ, വിശാലത ചെയ്താൽ, വർഷം മുഴുവൻ അല്ലാഹു തആല നിന്റെ സമ്പത്തിൽ അല്ലാഹു ബറക്കത്ത് തരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത, നാളത്തെ ദിവസത്തിൽ നോമ്പെടുക്കുക മാത്രമല്ല, മറ്റു കുടുംബങ്ങളിലുള്ള ആശ്രിതർക്ക്, അത് വാപ്പുമ്മയാണെങ്കിലും ഉമ്മാമ്മയാണെങ്കിലും മക്കളാണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആശ്രിതരുണ്ടല്ലോ, ആ ആശ്രിതർക്ക് അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് അവർക്ക് നിങ്ങളൊരൽപ്പം ചെലവഴിച്ചാൽ, ഒരു കിലോ അരിയാണെങ്കിൽ, അല്ലെങ്കിൽ നാളത്തെ നോമ്പ് തുറക്കുന്നതിന്റെ വിഭവമാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഈത്തപ്പഴമാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജോഡി വസ്ത്രമാണെങ്കിൽ, തന്റെ ആശ്രിതർക്ക് കുടുംബക്കാർക്ക് സമ്പത്തുള്ള ആരെങ്കിലും ചെലവഴിച്ചാൽ, ആ വർഷം മുഴുവൻ അല്ലാഹു തആല അവന്റെ സമ്പത്തിൽ അല്ലാഹു വിശാലത ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നല്ലോ, ഫസൂമൂ വവസ്സിഉ ഫീഹി അലാ ഇയാലിക്കും, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് നിങ്ങൾ വിശാലത ചെയ്യണേ. വവസ്സ അല്ലാഹു അലൈഹി സാഹിറ സനത്തി, മറ്റു വർഷങ്ങളിൽ അല്ലാഹു തആല നിങ്ങൾക്ക് വിശാലത ചെയ്യുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. നമ്മൾ മാത്രമല്ല, പരിശുദ്ധ മറ്റ് ജീവികളെല്ലാം, ഉറുമ്പുകളും മൃഗങ്ങളും എല്ലാ വസ്തുക്കളും ഈ പരിശുദ്ധമായ നാളത്തെ നോമ്പിനെ ആദരിച്ചുകൊണ്ട്, അവര് പോലും പട്ടിണി കടന്നുകൊണ്ട് അതിന്റെ ആദരവിനെ മാനിച്ചുകൊണ്ട് ഒന്നും കഴിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല നമുക്ക് ആരോഗ്യം തന്നില്ലേ, നമുക്ക് സമ്പത്ത് തന്നില്ലേ, എല്ലാ അനുഗ്രഹങ്ങളും തന്നില്ലേ, ഒന്ന് എഴുന്നേൽറ്റാ നിൽക്കാനുള്ള കഴിവ് പടച്ച തമ്പുരാൻ തന്നില്ലേ, നല്ല സൗന്ദര്യം തന്നില്ലേ, എന്തിന്റെ കുറവാ നമുക്ക് തന്നത്? അല്ലാഹുവേ നീ നിലനിർത്തി തരണേ അല്ലാ. എത്ര ശുക്ർ ചെയ്താണ് റബ്ബിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തുക, എത്ര ശുക്ർ ചെയ്തിട്ട് നമ്മൾ അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്തുക. അല്ലാഹു തന്നതൊന്നും നമുക്ക് അധികമല്ലല്ലോ, ഒട്ടും കുറവുമല്ലല്ലോ. അല്ലാഹു തആല ഇനിയും നമുക്ക് എല്ലാവിധ ഖൈറും ബർക്കത്തും തരട്ടെ. അല്ലാഹു തആല ഇനിയും നമുക്ക് ഖൈറും ബർക്കത്തും തരട്ടെ. എല്ലാവിധ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. അല്ലാഹു തആല എല്ലാവിധ പ്രയാസങ്ങളും മാറ്റി തരട്ടെ. അല്ലാഹു തആല എല്ലാ ഖൈറാത്തുകളും ചുരിഞ്ഞു തരട്ടെ. എല്ലാവരുടെയും വിഷമങ്ങൾ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. 3 വർഷത്തോളമായി സുഖമില്ലാതെ ഒരു ഭാഗം തളർന്നു കിടക്കുകയാണ്. അല്ലാഹുവേ, നാളത്തെ നോമ്പിന്റെ ബറക്കത്ത് കൊണ്ട്, നാളത്തെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിലുള്ള രോഗികൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ പാഴാക്കല്ലേ അല്ലാ, ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ അല്ലാ, ഞങ്ങളെ നീ നിരാശരാക്കല്ലേ അല്ലാ, പാപികളിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ, പരാജിതരിൽ നീ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാ. എല്ലാ നിഅമത്തുകളും നീ ചൊരിഞ്ഞു തരണേ അല്ലാ. കടങ്ങളുണ്ട് റബ്ബേ, നീ ആ കടങ്ങൾ വീട്ടണേ അല്ലാ, നീ ആ കടങ്ങൾ വീട്ടണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാ. അല്ലാ
അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂലാക്കണേ അല്ലാ. പ്രതീക്ഷയോടെ വന്നവരാണ് അല്ലാ, നീ അവരെ നിരാശരാക്കല്ലേ അല്ലാ. ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, കടങ്ങൾ വീട്ടി തരണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പരസ്പരം പിണങ്ങി കഴിയുന്നവരുണ്ട്, പരസ്പരം ശത്രുതയിൽ കഴിയുന്നവരുണ്ട്. നാളത്തെ ദിവസം അത് പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ട് ആ പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് തന്റെ കുടുംബക്കാരന്, തന്റെ ആശ്രിതർക്ക് സമ്പത്തിൽ നിന്നും ഉള്ളവനാണെങ്കിൽ ഒരൽപ്പം ചെലവഴിച്ചുകൊണ്ട് കുടുംബബന്ധം ചേർത്തിട്ട് സ്വതക്ക ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരൽപ്പം സ്വതക്ക ചെയ്തിട്ട് നാളത്തെ പുണ്യമായ നോമ്പിന്റെയും ആ ദിവസത്തിന്റെയും പ്രതിഫലം കരഗതമാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. എത്ര രോഗമാണെങ്കിലും എത്ര ദുർഘടം പിടിച്ച യാത്രയാണെങ്കിലും നമ്മുടെ മുൻഗാമികൾ മുഹറം 10 നോമ്പ് ഒഴിവാക്കാറില്ലായിരുന്നു. അല്ലാഹു നമുക്കും ആ നോമ്പെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നോമ്പെടുത്തിരുന്നു നാളത്തെ നോമ്പിനെ. അതുപോലെ തന്നെ മിണ്ടാ പ്രാണികൾ പോലും ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ മാറി നിന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയുമോ മുഅ്മിനേ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? അതിനു മുമ്പ് ആ പ്രത്യേകതകൾ അറിയണമെങ്കിൽ എല്ലാവരും ആ 62 എന്ന് പറയുന്ന ലൈക്കിന്റെ ബട്ടൺ 271 ബട്ടണിലേക്ക് ഞെക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. ആദ്യമായിട്ടെത്തിയ ആളുകൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാറുണ്ടോ? ഷെയർ ചെയ്യാറുണ്ടോ? അതുപോലെ തന്നെ സാധുക്കളായ പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ നിങ്ങൾ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. സാധുക്കളായ പെൺകുട്ടികൾക്ക് സൗജന്യമായിട്ട് വസ്ത്രം നൽകുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരന്റെ ഒരു ചെറിയ കടയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കല്യാണങ്ങളിലൊക്കെ വസ്ത്രമെടുക്കാൻ സൗജന്യമായിട്ട് അദ്ദേഹം അവിടെ നിന്ന് കൊടുക്കും. അതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മാസത്തിന്റെ പുണ്യമായ ഒരു കർമ്മം എല്ലാവരും പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ ദുആഇനെ കബൂലാക്കട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. എല്ലാവരും പരമാവധി എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശങ്ങളെ സൃഷ്ടിച്ച ദിവസമാണ് നാളത്തെ ദിവസം. ഈ ഭൂമിയെ അല്ലാഹു സൃഷ്ടിക്കാൻ തെരഞ്ഞെടുത്ത ദിവസമാണ് നാളത്തെ ദിവസം. ലൗഹും കലമും അർശും കുർസിയും ആകാശങ്ങളും ഭൂമികളും പർവ്വതങ്ങളും സമുദ്രങ്ങളെയും അടച്ച തമ്പുരാൻ സൃഷ്ടിക്കാൻ തെരഞ്ഞെടുത്ത ദിവസമാണ് നാളത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ആ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാളത്തെ ദിവസത്തിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന്. എല്ലാ ദിവസത്തെയും പോലെ നിസ്സാരമായ ഒരു ദിവസമായിരുന്നുവെങ്കിൽ അല്ലാഹു തആല നാളത്തെ ദിവസത്തിൽ തന്നെ ഈ ഭൂമിയെ സൃഷ്ടിക്കാൻ ആ ദിവസം തെരഞ്ഞെടുക്കുമായിരുന്നു. ചിന്തിക്കണേ. അപ്പോൾ നാളത്തെ ദിവസത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല ഭൂമിയെ സൃഷ്ടിക്കാൻ, അർശിനെയും കുർസിയെയും സൃഷ്ടിക്കാൻ, പർവ്വതങ്ങളെയും സമുദ്രങ്ങളെയും സൃഷ്ടിക്കാൻ തെരഞ്ഞെടുത്തത് നാളത്തെ ദിവസം തന്നെ. ആ ദിവസത്തിൽ എന്തോ ഒരു പ്രത്യേകത അല്ലാഹു തആല കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്സാരമായിട്ട് കളയരുത്. ഈ പ്രപഞ്ച സൃഷ്ടികളെ മാത്രമല്ല, മലക്കുകളെയും ജിബ്രീൽ അലൈഹിസ്സലാമിനെയും പടച്ച തമ്പുരാൻ
സൃഷ്ടിക്കാൻ തെരഞ്ഞെടുത്ത ദിവസമാണ് നാളത്തെ ദിവസം. മലക്കുകളെയും അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനെയും സൃഷ്ടിക്കാൻ വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്ത ദിവസമാണ് നാളത്തെ ദിവസം. മാത്രമല്ല, നമ്മുടെയൊക്കെ വാപ്പയുടെ 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 വാപ്പയായ നമ്മുടെയൊക്കെ ആദ്യത്തെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ദിവസമാണ് നാളത്തെ ദിവസം. എന്നിട്ടോ സൃഷ്ടിച്ചിട്ട് ആദം നബിയെ സ്വർഗത്തിലേക്ക് കയറ്റിവിടാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു തആല തെരഞ്ഞെടുത്ത ദിവസമാണ് നാളത്തെ ദിവസം. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. നമുക്കറിയുമല്ലോ, ഈ ഭൂമിയില് 950 വർഷക്കാലം ജീവിച്ചിരുന്ന പ്രവാചകനാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം. 950 വർഷക്കാലം ഈ ഭൂമി ലോകത്ത് പ്രബോധനം നടത്തി. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചത്. ആ അല്ലാഹു തആലയോട് നൂഹ് നബി പരാതി പറയുകയാണ്, റബ്ബേ, ഞാൻ ഇത്രയും വർഷം പ്രബോധനം നടത്തിയിട്ട് വളരെ കുറച്ച് ആളുകൾ മാത്രമാണല്ലോ പടച്ചവനെ എന്നെ കൊണ്ട് വിശ്വസിച്ചത്, നിന്റെ ദീനിലേക്ക് വന്നത്. അല്ലാഹു തആല നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, നൂഹ് നബിയേ, നീ ഒരു പേടകം പണിയണം, നീ ഒരു കപ്പൽ പണിയണം. നിന്നെ വിശ്വസിച്ചവരെയും എന്നെ കൊണ്ട് വിശ്വസിച്ചവരെയും ആ കപ്പലിൽ കയറിയിട്ട് നിങ്ങൾ യാത്ര തുടരണമെന്ന് അല്ലാഹു തആല പറയുകയും സുബ്ഹാനല്ലാഹ്, ആ നൂഹ് നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ച എല്ലാ ആളുകളെയും കപ്പലിൽ കയറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും പ്രളയമുണ്ടാവുകയാണ്. അടുപ്പിൽ നിന്ന് പോലും വെള്ളത്തിന്റെ വലിയ ശക്തമായ പ്രളയമുണ്ടാവുകയാണ്. ആ പ്രളയത്തില് സർവമാന ജനങ്ങളെയും അല്ലാഹു തആല, അവിശ്വാസികളായ ആളുകളെയും അല്ലാഹു തആല നശിപ്പിച്ചു കളയാൻ തെരഞ്ഞെടുത്ത ദിവസമാണ്. ആ നശിപ്പിച്ച് കളയുമ്പോ വിശ്വാസികളായ ആളുകൾക്ക് സമാധാനം പോലെ, ആശ്വാസം പോലെ അല്ലാഹു തആല രക്ഷയുടെ പേടകം നൽകി രക്ഷപ്പെടുത്തിയ, അല്ലാഹു പ്രളയത്തിൽ രക്ഷപ്പെടുത്തിയത് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അതും നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതകളാണ്. സുബ്ഹാനല്ലാഹ്. നമുക്കും നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളുടെ മേലെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുടെ മേലെ ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങളുടെ മേലെ സങ്കടങ്ങൾ, ഒരു പ്രളയം പോലെ ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ. അതിൽ നിന്നൊക്കെ ഒരു രക്ഷ വേണ്ടേ, അതിൽ നിന്നൊക്കെ ഒരു സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നാളത്തെ ദിവസത്തിന് നോമ്പെടുക്കുകയും അല്ലാഹുവിനോട് കരഞ്ഞ് നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഈ മജ്ലിസ് ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ ആളുകൾ കുറവാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും നിങ്ങൾ പരമാവധി എത്തിച്ചു കൊടുക്കുക. എല്ലാവരിലേക്കും ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവർക്കും അല്ലാഹു തആല നിഅമത്ത് തരട്ടെ. എല്ലാ സിഹത്തും നിഅമത്തും കാവലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് മുഅ്മിനീങ്ങൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാ 1,24,000 വരുന്ന പ്രവാചകന്മാർക്ക് വേണ്ടിയും നമുക്കൊരു ഫാത്തിഹ, 3 ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് കൊടുത്താലോ? ഇവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ടെല്ലാം നമ്മുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകിച്ചും ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരുടെ പേരിലും ഇൻഷാ അല്ലാഹ് ഒരു 3 ഫാത്തിഹ ഓതി നമുക്ക് ഹദിയ ചെയ്തു കൊടുക്കാം. തയ്യാറല്ലേ? തയ്യാറല്ലേ? അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അവരുടെയൊക്കെ ബറക്കത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. അവരുടെ കാവൽ അല്ലാഹു നമുക്ക് തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഷെയർ ചെയ്തു കൊടുക്കുക, എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അല്ലാഹുവേ പ്രവാചകന്മാരുടെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده എല്ലാവരും ചൊല്ലണം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده
സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi 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 അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹി അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് اللهم انصرنا يا خير الناصرين 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 اللهم انصرنا നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ് യാ ഖൈറൻ നാസിരീൻ നീ സഹായിക്കുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല ഉത്തമനായ സഹായിയാണ് റബ്ബേ അതാണ് അതിന്റെ അർത്ഥം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലണം അല്ലാഹു തആല സ്വീകരിക്കട്ടെ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കാൻ മടിക്കണ്ട എല്ലാവരുടെയും വസിയത്തുകൾ ഞാൻ കാണുന്നുണ്ട് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ അവരുടെ മുറാദുകൾ ഹാസിലാക്കട്ടെ അവരെല്ലാവരെയും അല്ലാഹു ഏറ്റെടുക്കട്ടെ അല്ലാഹുമ്മ അൻസുർനാ യാ ഖൈറൻ നാസിരീൻ അല്ലാഹുമ്മ അൻസുർനാ യാ ഖൈറൻ നാസിരീൻ اللهم انصرنا يا خير الناصرين 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 اللهم انصرنا يا خير الناصرين
അല്ലാഹുമ്മ അൻസുർനാ യാ ഖൈറൻ നാസിരീൻ. പടച്ചവനെ നീ സഹായിക്കണേ അല്ലാഹ്. ഏത് സഹായവും അതിനകത്ത് പെടും. അല്ലാഹു തആല സഹായിക്കട്ടെ. അല്ലാഹുമ്മ അൻസുർനാ യാ ഖൈറൻ നാസിരീൻ. 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 اللهم انصرنا يا خير الناصرين. 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 إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. എത്ര പ്രയാസങ്ങളാണ് ഓരോ നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുകയും നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതും നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ലഭിച്ചതും നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ വളരെയധികം കഷ്ടപ്പെടുത്തിയ, എല്ലാ ആളുകളോടും ധിക്കാരപൂർവം പെരുമാറിയ ഫിർഔനുണ്ടല്ലോ, ആ ഫിർഔനിനെ നൈൽ നദിയിൽ വെച്ച് അല്ലാഹു തആല മുക്കിക്കൊന്നു കളഞ്ഞ അല്ലാഹുവേ, അനുഗ്രഹീതമായ ദിവസമാണ് നാളത്തെ ദിവസം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ പരീക്ഷണം അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു പോയതാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഒരുപാട് സന്തോഷങ്ങൾ കൊടുത്തപ്പോ, ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തപ്പോ നന്ദിയുള്ളവരായിട്ട് മാറാൻ അയ്യൂബ് നബി അലൈഹിസ്സലാം തീരുമാനിച്ചു. ആ നന്ദി
ഇനി രേഖപ്പെടുത്തിയതിന്റെ ഭാഗമായി അല്ലാഹു തആല തന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി അയ്യൂബ് നബി അലൈഹിസ്സലാമിന് വലിയ രോഗങ്ങൾ കൊടുത്തു പരീക്ഷിക്കാം. അങ്ങനെ കഠിനമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിച്ചപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അതിജയിച്ചത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളത്തെ ദിവസമാണ്. അല്ലാഹു തആല അയ്യൂബ് നബിയുടെ രോഗത്തിന് ശിഫാവ് കൊടുക്കാൻ തെരഞ്ഞെടുത്ത അനുഗ്രഹീതമായ ദിവസമാണ്. വെരിക്കോസ് വെയിനിന്റെ കാര്യം പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ഉമ്മയുടെ നെഞ്ചിന്റെ പിറകിൽ ഒരു മുഴ വന്നിട്ട് വല്ലാതെ പേടിക്കുന്ന രൂപത്തിലുള്ള പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. അതുപോലെ തന്നെ കാലുവേദന ഉണ്ടെന്ന് പറഞ്ഞവരുണ്ട്, നെഞ്ചുവേദനയുള്ളവരുണ്ടെന്ന് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് ബ്ലോക്ക് ഉള്ളവരുണ്ടെന്ന് പറഞ്ഞവരുണ്ട്, ക്യാൻസർ രോഗം പിടിപെട്ട് കഴിയുന്നവരുണ്ടെന്ന് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ മറ്റ് അലർജി സംബന്ധമായ, കിഡ്നി സംബന്ധമായ, വാൽവ് സംബന്ധമായ മറ്റ് രോഗങ്ങൾ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വേണ്ടത് ആരുടെ സഹനതയാണെന്നറിയുമോ? അയ്യൂബ് അലൈഹിസ്സലാമിന്റെ സഹനതയാണ്. വർഷങ്ങൾ ഒരുപാട് എടുത്തു അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗത്തിന് അല്ലാഹു ശിഫാവ് കൊടുക്കാൻ. ആ ശിഫായിന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്ത ദിവസമാണ് നാളത്തെ ദിവസം. നമുക്കറിയുമല്ലോ മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് നാളത്തെ ദിവസത്തിലാണ്. അതാണ് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഫിർഔനിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു തആലയോട് മൂസാ നബി അലൈഹിസ്സലാം എത്ര വർഷം ദുആ ചെയ്തെന്നറിയുമോ? 40 വർഷത്തോളം ദുആ ചെയ്തു. നമുക്കല്ലേ ഒരു ദിവസം ദുആ ചെയ്തിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നില്ലല്ലോ, നമ്മുടെ പ്രയാസങ്ങൾ മാറുന്നില്ലല്ലോ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ലല്ലോ, നമ്മുടെ കടങ്ങൾ വീടുന്നില്ലല്ലോ, എന്റെ വിഷമങ്ങൾ മാറുന്നില്ലല്ലോ എന്നുള്ള പരാതി പറയുന്നത് നമ്മളല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, 40 വർഷത്തോളം എടുത്തു മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കാൻ. 40 വർഷം എടുത്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര ദുആ ചെയ്താലാണ് അല്ലാഹു തആല സ്വീകരിക്കുക? ആ മൂസാ നബി അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്ന ഈമാൻ പോലത്തെ ഈമാൻ നമുക്കുണ്ടോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഈമാൻ നമുക്കുണ്ടോ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ക്ഷമയും ഈമാനും നമുക്കുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈമാൻ നമുക്കുണ്ടോ? യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഈമാൻ നമുക്കുണ്ടോ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഈമാൻ നമുക്കുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദിവസം ദുആ ചെയ്തിട്ട് നിരാശപ്പെടണ്ട. 2 ദിവസം ദുആ ചെയ്തിട്ടും കിട്ടിയില്ലെന്ന് കരുതിയിട്ട് നിരാശപ്പെടണ്ട. 5, 6, 7 ദിവസം ദുആ ചെയ്തിട്ടും എന്റെ മാത്രം ആഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ കേൾക്കുന്നില്ലല്ലോ, എന്റെ ദുആ മാത്രം പടച്ച തമ്പുരാൻ കേൾക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെടണ്ട, സങ്കടപ്പെടണ്ട. 40 വർഷമെടുത്തു എന്റെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദുആ സ്വീകരിക്കാൻ. 40 വർഷമെടുത്തു. നമ്മള് ഒരു ദിവസം ദുആ ചെയ്തു. എന്തോന്ന് ദുആ, കരഞ്ഞ് 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 സങ്കടമൊക്കെ പറഞ്ഞ് 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 നിവറാൽ ഞാൻ ഇനി പങ്കെടുക്കണില്ല, ഞാൻ നിർത്തിയിട്ട് പോവുക, ഈ പരിപാടിക്ക് ഞാനില്ല. 40 വർഷം ദുആ ചെയ്തെന്ന് മൂസാ നബി. മൂസാ നബി ആര് നിസ്സാരക്കാരനാ? പ്രവാചകന്റെ ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്യാൻ എത്ര ദിവസം എടുത്തു? വേണമെങ്കിൽ 8 ദിവസം കൊണ്ട് പടച്ച തമ്പുരാൻ അതൊക്കെ മാറ്റി കൊടുക്കായിരുന്നില്ലേ? മക്കളെ കൊടുക്കായിരുന്നില്ല ഇബ്രാഹിം നബിക്ക്? വയസ്സാം കാലത്ത് ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുത്ത് അല്ലാഹു തആല സന്തോഷിപ്പിച്ചത്. ആദ്യം തന്നെ ദുആ ചെയ്യുമ്പോഴേ അങ്ങ് സ്വീകരിച്ചുകൂടായിരുന്നു. അതാണ് പരീക്ഷണങ്ങൾ. ഏറ്റവും കൂടുതൽ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം ദുആ ചെയ്തിട്ട് അവന്റെ ആഗ്രഹങ്ങൾ അങ്ങോട്ട് സബലീകരിച്ചു കൊടുത്താലേ അവന്റെ കാര്യം നോക്കി അവൻ പൊടിയും തട്ടി അങ്ങ് പോകും. പിന്നെ എന്നെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ ഇനി ഒരു ദിവസം കൂടെ ചോദിക്കട്ടെ, അല്ല 2 ദിവസം കൂടെ ചോദിക്കട്ടെ, അല്ലെ ഒരാഴ്ച ചോദിക്കട്ടെ, ഒരു മാസം ചോദിക്കട്ടെ, ഇവന്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് മാത്രം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണാണെങ്കിലോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ അങ്ങ് മറക്കും. അങ്ങനെയാണെങ്കിലോ ഞാനൊന്ന് നോക്കട്ടെ, ടെസ്റ്റ് ചെയ്യട്ടെ. അങ്ങനെയും പടച്ച തമ്പുരാനാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. അവന് തരാനും കഴിവുണ്ട്, അവന് എടുക്കാനും കഴിവുണ്ട്, തരാതിരിക്കാനും കഴിവുണ്ട്. എന്തൊക്കെ ചെയ്താലും അതൊക്കെ പടച്ച തമ്പുരാന്റെ ഖൈറിലും ഷർറിലും പെട്ട കാര്യങ്ങളാണ്. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആരും നിരാശപ്പെടണ്ട. ഒരു മാസത്തിൽ പങ്കെടുത്തിട്ട് അത് അയാളുടെ വലിയ അതൊന്നും സ്വീകരിക്കുന്നില്ല,
കയറുന്നത്. നമ്മുടെ ദുആ ആത്മാർത്ഥമാണെങ്കിൽ, നമ്മുടെ ദുആ ഇഖ്ലാസ് നിറഞ്ഞതാണെങ്കിൽ, മറ്റൊരു ദുനിയവിയായ ഒരു ഉദ്ദേശങ്ങളും ഇല്ലാത്തതാണെങ്കിൽ അല്ലാഹു തആല സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ മജ്ലിസിൽ അതിന്റെ അനുഭവങ്ങൾ ഉള്ളവരുണ്ട്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് വിശ്വാസം വേണം, പ്രതീക്ഷ വേണം, ഈമാൻ വേണം, നിസ്കാരം വേണം. അല്ലാഹു പറഞ്ഞത് അങ്ങോട്ട് കേൾക്കണം. നമ്മൾ അല്ലാഹു പറയണ കേൾക്കാതെ പിന്നെ നമ്മളെ മാത്രം ആഗ്രഹങ്ങൾ അങ്ങോട്ട് സബലീകരിച്ച് തരണേ എന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ്? ഒത്തിരി പ്രയാസമല്ലേ? അതുകൊണ്ട് നമ്മൾ ഇത്തിരി കുറച്ചൊക്കെ കഷ്ടപ്പെടണം, ഒരു കുറച്ചൊക്കെ സഹിക്കണം, കുറച്ചൊക്കെ ക്ഷമ വരണം. ഈ പറയണ എന്റെ ജീവിതത്തിലാണെങ്കിൽ എന്തെങ്കിലും വന്നാൽ ചിലപ്പോൾ നമ്മളും അറിയാതെ പറഞ്ഞു, പഠിച്ചവൻ ഇത് എന്ത് പരീക്ഷണം, ഇത് ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് ഒന്ന് തീർന്നപ്പോഴേ അടുത്തത് അറിയാതെ പറഞ്ഞു പോകും. നമ്മുടെ ഈമാനിന്റെ ബലഹീനതയാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മക്കളില്ല എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെടരുത്, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോരുത്. മക്കൾ മരണപ്പെട്ടു പോയി, വാപ്പ മരണപ്പെട്ടു പോയി, എല്ലാ ആലംബവുമായിരുന്ന അവലംബവുമായിരുന്ന എന്റെ ആശ്രയമായിരുന്ന എന്റെ പ്രിയപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു പോയി. ഞാനിനി ഇവിടെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഞാനും പോവും അവരുടെ വഴിക്ക്. അങ്ങനെ പോകാനുള്ളവരല്ല നമ്മൾ. അല്ലാഹു തആല നമ്മളെ കൊണ്ട് എന്തോ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പെൻഡിങ്ങിലിടുന്നത്. അതുകൊണ്ട് ആരും ആ വിഷയത്തിൽ നിരാശപ്പെടണ്ട, സങ്കടപ്പെടണ്ട, വേദനപ്പെടണ്ട. 40 വർഷത്തോളമൊക്കെ മൂസാ നബിക്ക് വേണ്ടിയിട്ട് അല്ലാഹു തആല മാറ്റിവെച്ചെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം എത്ര വർഷം കഴിയും അല്ലേ? അല്ലാഹു തആല നമുക്ക് എത്രയും പെട്ടെന്ന് നടത്തി തരണേ. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അല്ലാഹുവിനോട് പിടിച്ചു വാങ്ങണം. ഇങ്ങോട്ട് താ പടച്ചവനെ, ഇങ്ങോട്ട് താ, അല്ലാഹു നീ തരണേ അല്ലാ, നീ തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പടച്ചവൻ തന്നെ പറയണം, എന്ത് വേടേ ഇത്, എടുത്തോണ്ട് പോ, നീ ചോദിച്ചെക്കുന്ന ഇരിക്കണം. അവസാനം അങ്ങനെ പറയുന്ന രീതിയിൽ നമ്മൾ ചോദിക്കണം. അല്ലാതെ പഠിച്ചവനെ എനിക്ക് പരീക്ഷയിൽ ഉന്നത വിജയം തരണം, കഴിഞ്ഞു, പിന്നെ പഠിക്കാൻ വേണ്ട, എഴുതാൻ വേണ്ട, കഴിഞ്ഞു, കഴിഞ്ഞു 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 അങ്ങനെ നമ്മൾ ചെയ്യരുത്. അങ്ങനെ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യരുത്, പോകരുത്. ഒരൊറ്റ ദുആ ചെയ്തിട്ട് ദുആ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് വേണമെങ്കിലും, ഹലാലായ എന്ത് വേണമെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാം. നമ്മൾ പണ്ടുള്ള ആളുകളൊക്കെ പറയണ കേട്ടിട്ടില്ലേ, മലയോളം ചോദിച്ചാലേ പടച്ചതമ്പുരാൻ എന്ത് ചെയ്യുള്ളൂ, കുന്നോളമെങ്കിലും തരുവോളും. അങ്ങനെ ഒരു ചൊല്ലില്ലേ? കുട്ടയോളം തരണമെങ്കിൽ എത്ര വേണം? നമ്മൾ മലയോളം ആഗ്രഹിക്കണം. അല്ലാഹു തആല വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ദുആഇനെയൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് വിശ്വാസം വേണം, പ്രതീക്ഷ വേണം, ഈമാൻ വേണം. പടച്ചതമ്പുരാൻ പറയണതും കൂടി കേൾക്കണം. അതുപോലെ നമ്മൾ കഴിക്കണതും നമ്മൾ തിന്നതും കാണുന്നതും ഒക്കെ ഹലാലുമായിരിക്കണം. എന്നാലല്ലേ പ്രാർത്ഥന സ്വീകരിക്കുള്ളൂ. കുടുംബ ബന്ധം ചേർക്കണം. ഇതൊക്കെ ചെയ്താലല്ലേ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുള്ളൂ. അവിടെയും ഇല്ല, ഇവിടെയും ഇല്ല, പിന്നെ ദുആ എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാൻ സ്വീകരിക്കുന്നതിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. അല്ലാഹു തആല ആ തടസ്സങ്ങളൊക്കെ മാറ്റി തരട്ടെ. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. നീയാണ് ആ രോഗങ്ങൾ വെച്ചത്, നീയാണ് ആ കടങ്ങൾ കൊടുത്തത്, നീയാണ് ആ വിഷമങ്ങൾ വെച്ചത്, നീയാണ് ആ സങ്കടങ്ങളൊക്കെ കൊടുത്തത്. അല്ലാഹു നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ, നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാ എന്ന് ആത്മാർത്ഥമായിട്ട് പടച്ചതമ്പുരാനോട് ദുആ ചെയ്യാൻ നമുക്ക്. അല്ലാഹു തആലയാണ് എല്ലാം നിശ്ചയിക്കുന്നതും തീരുമാനിക്കുന്നതും തരുന്നതുമെല്ലാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ആരുടെ കമന്റ് ഞാൻ വായിക്കാതെ പോയെന്ന് നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ട. എല്ലാ റബ്ബും അല്ലാഹു കാണുന്നുണ്ട്. എല്ലാ വസിയത്തും പടച്ചതമ്പുരാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പങ്കെടുത്തു, നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങളോടൊപ്പം പറഞ്ഞു. എല്ലാവരുടെ കമന്റ് ഞാൻ കാണുന്നുണ്ട്. അതിനാണ് ഞാനൊരു ഫോൺ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ച് വേറൊരു സുഹൃത്തിന്റെ അത് മേടിച്ച് ഞാൻ ലൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഇനി തിരിച്ചു കൊടുക്കണം. എല്ലാ ദിവസത്തേക്കും കുറച്ച് ദിവസത്തേക്ക് മേടിച്ചതാണ്. ലൈവ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മേടിച്ചത്. മറ്റേത് ഞാൻ നോക്കണം ഓരോരുത്തരുടെയും കമന്റുകൾ. അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. അതാകുമ്പോൾ എല്ലാവരുടെയും കമന്റുകൾ എനിക്ക് വായിക്കാൻ പറ്റും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഞാൻ വായിക്കുന്നുണ്ട്, മനസ്സിൽ വെച്ചുകൊണ്ട് എന്നെ ഞാൻ ദുആ ചെയ്യും. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല എല്ലാ രോഗങ്ങൾക്കും ശിഫ കൊടുക്കട്ടെ. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. നമുക്ക് മുഹറം ആശൂറയിൽ മഹാൻരഥന്മാർ പഠിപ്പിച്ചു തന്ന ഒരു ദിക്റുണ്ട്. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. അതുപോലെ തന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എല്ലാവരും ചൊല്ലിക്കോ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എല്ലാ കാര്യങ്ങളും പടച്ച തമ്പുരാനിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്, അല്ലാഹുവിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. ഹസ്ബി അല്ലാഹ്, حسبي الله ونعم الوكيل نعم المولى ونعم النصير. حسبي الله ونعم الوكيل نعم المولى ونعم النصير. حسبي الله ونعم الوكيل نعم المولى ونعم النصير. എല്ലാവരും ചൊല്ലിക്കോ, എല്ലാവരും ചൊല്ലിക്കോ.
എല്ലാവരിലേക്കും ഷെയർ ചെയ്തോ. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. എല്ലാവരും ചൊല്ലിക്കോ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. കിതാബുൽ ജവാഹിർ എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഒരാള് ആശൂറ ദിവസം ഈ പറയപ്പെട്ട ദിക്ർ 70 തവണ ചൊല്ലുകയും 7 തവണ പ്രാർത്ഥന നടത്തുകയും ചെയ്താൽ അവൻ ആ വർഷം മരിക്കുകയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് കാണാം. സയ്യിദ് ഗൗസുല്ലാഹി റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബുൽ ജവാഹിറിലാണ് ഈ സംഭവം പറയുന്നത്. ഒരാൾ ആശൂറ ദിവസം അഥവാ നാളത്തെ ദിവസം ആരെങ്കിലും ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ എന്ന ദിക്ർ 70 തവണ ചൊല്ലിയാൽ ആ വർഷം അവൻ മരിക്കുകയില്ല എന്ന് ശഫീഉനാ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ രാവിലെ നമുക്ക് ആ ദിക്ർ ചൊല്ലാം. അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ എല്ലാവരും ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൽ നസീർ. ഹസ്ബി അല്ലാഹു ونعم الوكيل نعم المولى ونعم النصير. حسبي الله 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 ونعم الوكيل نعم المولى ونعم النصير. حسبي حسبي الله ونعم الوكيل نعم المولى ونعم النصير. 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 حسبي الله ونعم الوكيل
نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل حسبي الله ونعم الوكيل نعم المولى ونعم النصير 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 إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ലത്തീഫ് സഫിയയുടെ മുറാദുകൾ റബ്ബേ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. സദന്റെ ഉമ്മ എല്ലാ ദിവസവും ഈ മജ്ലിസിൽ ഇരിക്കാറുണ്ട്. ഉമ്മയുടെ മകന്റെ ചങ്കിന്റെ പിറകുവശത്തായിട്ട് എന്തോ ഒരു നീര് പോലെ കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം. അതുപോലെ തന്നെ അതിൽ തൊടുമ്പോഴത്തേക്ക് വേദന ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വേദന ഉണ്ട് എങ്കിൽ വളരെയധികം സൂക്ഷിക്കണം. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണണം. അല്ലാഹു തആല നമ്മൾ ദുആ ചെയ്യാം. അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. അത് മറ്റു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലാഹു പേടിപ്പെടുത്തുന്ന മറ്റൊന്നും ആക്കാതിരിക്കട്ടെ. അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. താജുനിസ ദുആ ചെയ്യണം വസിയത്തോടെ. താജുനിസ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. മുഹമ്മദ് സഫ്വാൻ അല്ലാഹു എല്ലാവിധ നിഅമത്തുകളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. കുടുംബങ്ങളുമായി എന്റെ ഭർത്താവ് തെറ്റിയിട്ടാണ് നിൽക്കുന്നത്. എന്റെ കുടുംബങ്ങളുമായി മാറി നല്ല രീതിയിൽ നിൽക്കാൻ വേണ്ടി അല്ലാഹുവേ അവരുടെ പിണക്കങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബങ്ങളെ നീ ഒന്നിപ്പിക്കണേ അല്ലാഹ്. പരസ്പര സ്നേഹം നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. പരസ്പര സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവോട് എല്ലാവിധ നിഅമത്തുകളും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. താജുനിസ അല്ലാഹുവോടെ മുറാദുകളെ ഹാസിലാക്കട്ടെ. ഫാത്തിമ ബീവി ആലുവയിൽ നിന്ന് അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. സുബൈദ മൊയ്ൻ മുസ്ലിം ഇന്നത്തെ ദിവസത്തിന്റെ ബറക്കത്തോടെ ഹലാലായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഷറഫുന്നിസ എംപി ഉസ്താദ് ഉമ്മാന്റെ അസുഖങ്ങളും മാറുന്നതിന്, വീട് പണി പൂർത്തിയാകുന്നതിന്, മക്കളുടെ പരീക്ഷയിൽ നല്ല വിജയം കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹു. അവരുടെ മാതാപിതാക്കളുടെ അസുഖങ്ങൾക്ക് ശിഫാവ് കൊടുക്കട്ടെ. വീട് പണി അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കട്ടെ. അതിനുള്ള സമ്പത്ത് അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആ മക്കളുടെ പരീക്ഷയിൽ അല്ലാഹു ഉന്നത വിജയം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു എല്ലാവിധ നിഅമത്തുകളും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. എല്ലാവിധ കാവലും കൊടുക്കണേ അല്ലാഹ്. ഫർസു ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ വിവാഹം അല്ലാഹു നീ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാഹ്. എല്ലാ കുറവുകളും നീ പരിഹരിക്കണേ അല്ലാഹ്. അല്ലാഹു ഒമാനൂരിൽ നിന്ന് ഇരുന്നാണ് നിസ്കരിക്കാനുള്ളത്, സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു എല്ലാ അസുഖങ്ങൾക്കും നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. അവിടെ നിഅമത്തുകൾ നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം ഈമാൻ നൽകണേ അല്ലാഹ്. പരീക്ഷകളിൽ മദ്രസകളിൽ പരീക്ഷ വരികയാണ് റബ്ബേ. അല്ലാഹു ഉന്നത വിജയം കൊടുക്കണേ അല്ലാഹ്. കുട്ടികളെല്ലാം നീ നന്നാക്കണേ അല്ലാഹ്. പഠന പുരോഗതി കൊടുക്കണേ അല്ലാഹ്. ബുദ്ധി വികാസം കൊടുക്കണേ അല്ലാഹ്. ഓർമ്മശക്തി കൊടുക്കണേ അല്ലാഹ്. ചാവക്കാട് റബ്ബിയുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. മോള് BSc നഴ്സിംഗിന് പഠിക്കുകയാണ്. ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കൊടുക്കണേ അല്ലാഹ്. അഡ്മിഷൻ കിട്ടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. അമ്മാടെ എല്ലാ വേദനകളും നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. ആദമെന്ന സഹോദരൻ അല്ലാഹു ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നാഫിയ സലീം സലാം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മുഹമ്മദ് ആഷിഖ് മരണപ്പെട്ടു പോയ ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു മക്കളുണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യുക അല്ലാഹ്. അവർക്ക് നീ അവരുടെ ചികിത്സകൾ ഫലപ്രദമാക്കണേ അല്ലാഹ്. ന്യൂനതകളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും നീ പരിഹരിക്കണേ അല്ലാഹ്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. മകൾ
മകളുടെ കല്യാണം ഉറപ്പിച്ചു, മറ്റന്നാൾ നിക്കാഹാണ്, എളുപ്പമാക്കണേ അല്ല, തടസ്സങ്ങളൊക്കെ മാറ്റണേ അല്ല, ഖൈറിലാക്കണേ അല്ല, നല്ല ദാമ്പത്യ ജീവിതം നീ സമ്മാനിക്കണേ അല്ലാ. അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ കേട്ടക്കിന്റെ പരീക്ഷ അല്ലാഹുവേ നീ നല്ല മാർക്ക് കൊടുക്കണേ അല്ല, ഉന്നത വിജയം കൊടുക്കണേ അല്ല, നീ ഏറ്റെടുക്കണേ അല്ല. PSC പരീക്ഷയിൽ നീ ഉന്നത വിജയം കൊടുക്കണേ അല്ല, അവിടെ കടങ്ങൾ വീട്ടണേ അല്ല, ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ല. ഒരു സ്ഥലത്തിന്റെ പ്രശ്നത്തിൽ എന്റെ കുടുംബവുമായിട്ട് വല്ലാത്ത പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്, നീ മാറ്റി കൊടുക്കണേ അല്ല. എല്ലാവരും ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്റുകളോട് ചൊല്ലിക്കോ. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി. എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ് ലൈക്ക് ചെയ്യുക എന്നുള്ളത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. 450ഓളം ആളുകളുണ്ട്, ഒരു 450 ലൈക്ക് ഒന്നിച്ചൊന്ന് വന്നോട്ടെ. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും സാധു പെൺകുട്ടിയോ നമ്മുടെ അയൽവക്കത്തോ ഏതെങ്കിലും സാധു പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വസ്ത്രം കൊടുക്കുന്ന ഒരു കടയുടെ ഒരു ലിങ്കാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ ഹൈറായ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നല്ല നല്ല പുതുവസ്ത്രം അവരെത്തിച്ചു തരും. നിങ്ങൾ ഇവിടെ വരണമെന്നില്ല, എന്തായാലും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ ലിങ്കിലുണ്ട്. എല്ലാവരും അത് കയറി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ദിക്ർ ചൊല്ലിക്കേ. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا إله إلا الله 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 لا إله إلا
إلا الله لا إله 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 إلا الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم എല്ലാവരും ഏറ്റുചൊല്ലണം അസ്മാഉൽ ഹുസ്നയാണ് എല്ലാ ദിവസവും നമ്മൾ ഓതാറുള്ള അസ്മാഉൽ ഹുസ്ന ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓതണം അതിലെല്ലാത്തിനും ശിഫ ഉണ്ട് അത് അല്ലാഹുവിന്റെ നാമങ്ങളാണ് ഓരോ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞ് ഏറ്റുപറഞ്ഞുകൊണ്ട് മനസ്സിലുള്ള വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും ചൊല്ലണം ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലല്ലാഹു يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابل يا الله يا باسط يا الله يا خافض يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عليم يا الله يا غفور يا الله يا شكور يا الله يا علي يا الله يا كبير يا الله يا حفيظ يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا قيوم يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسن يا الله يا مبدع يا الله يا معيد يا الله يا محيي
مميت يا الله يا حي يا الله يا قيوم يا الله يا قيوم يا الله يا قيوم يا الله يا واجد يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا أحد يا الله يا صمد يا الله يا صمد يا الله يا صمد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا أول يا الله يا آخر يا الله يا ظاهر يا الله يا باطن يا الله يا باطن يا الله يا والي يا الله يا متعالي يا الله يا متعالي يا الله يا بر يا الله يا تواب يا الله يا منعم يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا رؤوف يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا مقسط يا الله يا جامع يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا رشيد يا الله يا صبور يا الله يا صبور يا الله يا ستار 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 يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد برحمة الله المنان برحمة الله المنان لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ചൊല്ലു എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബദരീങ്ങളെ തുടറബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്
കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഖൈറായ പാതയിൽ നീങ്ങുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്ത ഖുശൂഉം സത്തായ ഈമാനുള്ളതിൽ ബദരീങ്ങളെ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളെ തുണ റബ്ബനാ സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബദരീങ്ങളെ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രഷറും പ്രമേഹം ഷുഗറും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്നു ദീർഘായുസിനും ബദരീങ്ങളെ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബദരീങ്ങളെ ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ യമകാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സൂരിയും മറ്റുള്ള ദീനമടങ്ങലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല നമ്മൾ ഓതിയ അദ്കാറുകളെയും സൂറത്തുൽ ഫാത്തിഹയെയും അസ്മാഉൽ ഹുസ്നയെയും സലാത്തുകളെയും മദ്ഹുകളെയും ഒക്കെ അല്ലാഹു കബൂലാക്കട്ടെ.
അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അതിനു മുമ്പ് ഈ മജ്ലിസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തവർ ചെയ്യണ്ട കേട്ടോ, ചെയ്യാത്തവരെല്ലാവരും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാവരും പരമാവധി നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക്, ഇസ്ലാമിക വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, കുടുംബങ്ങളിലേക്കൊക്കെ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കാം. എല്ലാവരും ദുആയുടെ മജ്ലിസിൽ ഇരിക്കുന്നത് പോലെ തന്നെ ആ ഭവ്യതയിലും ഒക്കെ ഇരുന്നു കൊണ്ട് ആമീൻ പറയുക. എല്ലാവരുടെയും കമന്റുകളൊക്കെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നത് മൊത്തം നിങ്ങളുടെ കമന്റുകളാണ്. ഇൻഷാ അല്ലാഹ് കമന്റുകളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ വായിച്ചുകൊണ്ടും ഒക്കെ പരമാവധി ദുആ ചെയ്യാൻ ശ്രമിക്കും. അല്ലാഹു തആല കബൂലാക്കട്ടെ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമയം നമുക്ക് ഒരുപാട് വൈകി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആരും പോകരുത്. ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ട് ആ പറയുന്നതൊക്കെ ആ ചെയ്യുന്നതൊക്കെ ഉസ്താദ് എനിക്കും കൂടെ വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു നിയ്യത്തിൽ ആമീൻ പറയണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹ്മാനായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ അല്ലാഹ് ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റണേ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ കടങ്ങളും നീ വീട്ടണേ അല്ലാഹ്. അല്ലാഹുവേ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാവരുടെയും വസിയത്തുകൾ അറിയുന്ന അല്ലാഹ് അവരുടെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. ജാഫർ അലിയുടെ ആ സഹോദരന്റെ ഭർത്താവിന്റെ ജോലിയിൽ നീ ഖൈറ് നൽകണേ അല്ലാഹ്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു എല്ലാവിധ നിഅമത്തുകളും കൊടുക്കണേ അല്ലാഹ്. അഫൂക്ക എന്ന സഹോദരൻ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ പരിശുദ്ധ ഹജ്ജും ഉംറയും ചെയ്യാൻ റിനുമോൾക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഓരോരുത്തരുടെയും പേരുകളും അഡ്രസ്സുകളും വിഷമങ്ങളും മുറാദുകളും എല്ലാം നിനക്കറിയുമല്ലോ അല്ലാഹ്. അവിടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നീ സബലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ കാസർഗോഡ് നിന്നും കർണാടകയിൽ നിന്നും ഓമാനൂരിൽ നിന്നും അതുപോലെ തന്നെ മാംഗ്ലൂരിൽ നിന്നും അതുപോലെ മറ്റ് രാജ്യത്തിന്റെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എന്റെ നമ്പർ തപ്പിപ്പിടിച്ചിട്ട് അതിനകത്ത് വാട്സപ്പ് ചെയ്തിട്ട് പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവരുടെയും കാര്യങ്ങൾ റബ്ബേ നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുകയാണ്. അല്ലാഹുവേ നിന്റെ മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നീ പരിഹാരം നൽകണേ അല്ലാഹ്, പരിഹാരം നൽകണേ അല്ലാഹ്. മകളുടെ കല്യാണം നവംബർ 6 നിശ്ചയിച്ചിട്ടുണ്ട്. ഒരുപാട് കടങ്ങളുണ്ട്, നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്, കടങ്ങൾ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്, കടങ്ങൾ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. മകൻ വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ പോയിട്ടുണ്ട്, 6 മാസമായി, ഇതുവരെ ഒന്നും ജോലി ശരിയായിട്ടില്ല. ഖൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്, ഖൈറായ വരുമാനം കൊടുക്കണേ അല്ലാഹ്, ഖൈറായ ശമ്പളം കൊടുക്കണേ അല്ലാഹ്. മകൾ ഗർഭം ധരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, ന്യൂനതകളുണ്ടെങ്കിൽ, വൈകല്യങ്ങളുണ്ടെങ്കിൽ നീ പരിഹരിക്കണേ അല്ലാഹ്, നീ പരിഹരിക്കണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരെ ഗർഭിണികളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവരുടെ ഗർഭസ്ഥ ശിശുക്കൾക്കെല്ലാം പരിപൂർണ വളർച്ച കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഉപ്പാക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞവരുണ്ട്, ഉമ്മാക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്, അവർക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്, അവർക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്, അവർക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാഹ്, കീറി മുറിക്കപ്പെടുന്ന രോഗങ്ങൾ
രോഗങ്ങൾ കൊണ്ട് അവരെയും ഞങ്ങളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. മക്കളും മാതാപിതാക്കളും വെറുക്കുന്ന അറക്കുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. നിങ്ങളുടെ സമ്പത്തുകൾ മുഴുവനും തീർന്നു പോകുന്ന രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അവിടെ വേദനകൾക്കെല്ലാം ശമനം നൽകണേ അല്ലാ, ശമനം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുടെ കുടുംബങ്ങളിലോ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും പടച്ചവനെ അവർക്കൊരു വിഷമവും വരുത്തല്ലേ അല്ലാ. അവിടെ കടങ്ങൾ വീട്ടണേ അല്ലാ, അവിടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ ശർറ് ബലാ മുസീബത്തുകളെയും നീ തട്ടി മാറ്റണേ അല്ലാ. എല്ലാ കുറവുകളെയും നീ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ, മകളുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും മറ്റെല്ലാവരുടെയും ഉള്ള അസുഖങ്ങൾക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ ശിഫാവ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് റബ്ബേ ഞങ്ങൾക്കും ഈ മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ആമീൻ പറയുന്നവർക്കും അല്ലാഹുവേ മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാ. തീർമുറിക്കപ്പെടുന്ന രോഗങ്ങൾ തരല്ലേ അല്ലാ. മരുന്നില്ലാത്ത രോഗങ്ങൾ തരല്ലേ അല്ലാ. എല്ലാവരും വെറുക്കുന്ന അറക്കുന്ന എഴുന്നേക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വരുത്തല്ലേ അല്ലാ. മറ്റൊരാളുടെ അല്ലാഹു കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. നാണക്കേടിലാക്കല്ലേ അല്ലാ, ഫളീഹത്തിലാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടണേ അല്ലാ. കച്ചവടങ്ങളിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സമ്പത്തിലൊക്കെ നീ വർധനവ് കൊടുക്കണേ അല്ലാ. അവിടെ ഭവനത്തിന്റെ പണികളെല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റണേ അല്ലാ. കുറവുകൾ പരിഹരിക്കണേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. സമാധാനമുള്ള ബറക്കത്തുള്ള കുടുംബങ്ങളാക്കണേ അല്ലാ. ഒരു കുടുംബത്തിനെയും നീ പാഴാക്കല്ലേ അല്ലാ. പിണങ്ങിക്കഴിയുന്നവരെ നീ ഒന്നിപ്പിക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. അല്ലാഹു, ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് 11 വർഷത്തോളമായി തലച്ചോറിന് ക്ഷതം സംഭവിച്ചതാണ്. അല്ലാഹു, ജീവിതത്തിലേക്ക് നീ തിരിച്ച് കരകയറ്റണേ അല്ലാ. ജീവിതത്തിലേക്ക് തിരിച്ച് നീ കരകയറ്റണേ അല്ലാ. ഞങ്ങളും വാഹനങ്ങൾ ഓട്ടിക്കുന്നവരാണ്. അപകടങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് തരല്ലേ അല്ലാ. ഈ മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും നീ തരല്ലേ അല്ലാ. അല്ലാഹുവേ, അപകടങ്ങൾ തരല്ലേ അല്ലാ. ഞങ്ങളുടെ ശരീരങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പിന്നിച്ചേർക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. വികൃതമായി പോകുന്ന മരണങ്ങളോ അപകടങ്ങളോ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ഉമ്മമാര് ഫോൺ ചെയ്തിട്ട് ദുആ വസിയത്തുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ മുറാദുകളും നിനക്കറിയാമല്ലാ. എല്ലാം നിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അല്ലാ. ഒരുപാട് നബിമാർക്ക് അവരുടെ പരീക്ഷണങ്ങളിൽ വിജയം സമ്മാനിച്ച ദിവസങ്ങളാണല്ലോ. ഞങ്ങളും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിന്നോടല്ലാതെ മറ്റാരോടാണ് പറയുക റബ്ബേ. നീ ഞങ്ങളുടെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങൾ നീ നീക്കി തരണേ അല്ലാ. ഞങ്ങളുടെ സങ്കടങ്ങൾ നീ തീർത്തു തരണേ അല്ലാ. ഞങ്ങളിലുള്ള രോഗികൾക്ക് നീ രോഗശമനം നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഗൾഫ് യാത്രയെല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ. തടസ്സങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക്, ഗുരുനാഥന്മാർക്ക്, മക്കൾക്ക്, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക്, ഈ മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, അവരുടെ കുടുംബത്തിലുള്ളവർക്ക് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. വീട് പണിയെല്ലാം എത്രയും പെട്ടെന്ന് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്കും ഉള്ളവരുണ്ടവർക്ക് അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഹലാലായ സമ്പത്ത് കൊടുക്കണേ അല്ലാ. ഹലാലായ വരുമാനം കൊടുക്കണേ അല്ലാ. പരീക്ഷകളിൽ ഉന്നത വിജയം കൊടുത്ത് നീ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണേ അല്ലാ. ബുദ്ധിവികാസവും പഠന പുരോഗതിയും ഓർമ്മശക്തിയും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കള് പരാജയപ്പെടുത്തല്ലേ അല്ലാ. മക്കളെ കൊണ്ട് ദുഃഖിക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. മെഹബൂബ് എന്ന സഹോദരൻ ഭർത്താവിന്റെ ജോലിയിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഗഫൂർ എന്ന സഹോദരങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, മാതാപിതാക്കള് മരണപ്പെട്ടിട്ട് പോയിട്ടുണ്ട്. അവർക്കെല്ലാം നീ സ്വർഗം കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. സ്വർഗം കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ. സ്വർഗത്തിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ പരവതാനികൾ നീ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗത്തിന്റെ ഉടയാടകൾ നീ ധരിപ്പിക്കണേ അല്ലാ.
സ്വർഗീയ കാഴ്ചകൾ കൊണ്ട് നീ സന്തോഷിപ്പിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഖബറുകളിൽ നീ വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയതിന്റെ മിസ്ലി സവാബ് അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ജുബൈരിയത്ത് എന്ന് പറയുന്ന സഹോദരി ഗൾഫിലാണ്, ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ. അവരുടെ വിഷമങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാ. വിവാഹ വാർഷികമാണ് റബ്ബേ, ഒരുപാട് നാള് നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി കുടുംബജീവിതം നയിക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. ഫാദിമോനും റാസിയ പാങ്ങോടനും സുഹ്റ എന്ന് പറയുന്ന സഹോദരിയും സനാ ഫാത്തിമയും സൈനുദ്ദീനും ലത്തീഫ് സാഫിയായും സിദ്ദീഖ് എന്ന സഹോദരനും ഫാത്തിമ ബീവിയും സൈന ചൂലം വയലും നാസിയ സലീമും താജുന്നിസയും റൈഹാൻ ഗ്ലോബും അതുപോലെ തന്നെ ഗഫൂർ എന്ന സഹോദരൻ, ജലീൽ എന്ന സഹോദരൻ, മൈമൂനത്ത് എന്ന സഹോദരൻ, അല്ലാഹുവേ ഉമ്മു ഹബീബ എന്ന സഹോദരൻ, യൂരിസ് എന്ന സഹോദരൻ, വെളിയങ്കോട് നിന്ന് ജാസിബ് എന്ന സഹോദരൻ ഭർത്താവ് പിണങ്ങി തിരിച്ചു പോയതാണ്. അല്ലാഹുവിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അതുപോലെ തന്നെ ഷാദ ഫാത്തിമ മോന്റെ എല്ലാ അസുഖങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇതുപോലെ ഒരുപാട് കുടുംബങ്ങള് അല്ലാഹു ഇഷ്കെ മദീനയും ആൽഫ ഹഫീസും നിഷാദ് സാഹിബും പാത്തു എന്ന സഹോദരിയും ഹബീബെ സലാമും അമാൻ ഷഫീഖും സുഹറ ഫാത്തിമയും നാസിയ സലീമും ആസിയ സമീറും ഫാത്തിമ ബഷീറും അല്ലാ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. നിഅമത്ത് നൽകണേ അല്ലാ. കാവൽ നൽകണേ അല്ലാ. സംരക്ഷണം നൽകണേ അല്ലാ. അവിടെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. അവിടെ മക്കളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. തടസ്സങ്ങൾ മാറ്റണേ അല്ലാ. കുറവുകൾ പരിഹരിക്കണേ അല്ലാ. നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുന്ന മക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. മാതാപിതാക്കൾക്ക്, ഗുരുനാഥന്മാർക്ക്, ഞങ്ങളുടെ മക്കൾക്കെല്ലാം എല്ലാവിധ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തതിന്റെ പേരിൽ വിഷമം അനുഭവിക്കുന്ന വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാത്ത ദമ്പതിമാരുണ്ട്. അല്ലാഹു ഇവർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാ. കണ്ണിന് കുളിർമേകുന്ന മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നീ അവരെ വിഷമിപ്പിക്കല്ലേ അല്ലാ. തീരാ സങ്കടത്തിലാക്കല്ലേ അല്ലാ. ദുരിതത്തിലാക്കല്ലേ അല്ലാ. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. അപകടങ്ങൾ തരല്ലേ അല്ലാ. അല്ലാഹുവേ ഉമ്മ ഹോസ്പിറ്റലിലാണ്, പലരും വെന്റിലേറ്ററിലാണ്, ഐസിയുലാണ്. അവിടെ രോഗങ്ങൾക്ക് കാമിലായ താമായ ശിഫാവ് കൊടുക്കണേ അല്ലാ. ആഹിൽ മിലൂനും ഇസ്രായി ചൂസും അതുപോലെ തന്നെ കുടുംബത്തിൽ ഈ മജ്ലിസിന്റെ കാണുന്ന കുടുംബങ്ങള് അല്ലാഹു സബ്സ്ക്രൈബ് ചെയ്തവര്, ഈ മജ്ലിസ് ഷെയർ ചെയ്യാൻ പറഞ്ഞപ്പോ ഷെയർ ചെയ്തവര്, അല്ലാഹുവേ മറ്റ് സൽക്കർമ്മങ്ങളിൽ പങ്കുചേരാൻ പറഞ്ഞവര്, വിക്റിലും സ്വലാത്തിലും പങ്കെടുത്തവര്, ആരെയും നീ നിരാശരാക്കല്ലേ അല്ലാ. നിരാശരാക്കല്ലേ അല്ലാ. കണ്ണീര് കുടിക്കാൻ ഇടവരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് കുമാർക്ക് നീ അവരുടെ പരീക്ഷണത്തിൽ വിജയം കൊടുത്ത മാസമല്ലോ. നീ ഞങ്ങളുടെ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ വിഷമങ്ങൾ നീ പരിഹരിക്കണേ അല്ലാ. ഞങ്ങളുടെ സങ്കടങ്ങൾ നീ തീർത്തു തരണേ അല്ലാ. ഞങ്ങളുടെ കുറവുകൾ നീ പരിഹരിക്കണേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ മാറ്റണേ അല്ലാ. ജീവിതത്തിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഖൈർ നൽകണേ അല്ലാ. എല്ലാവിധ നിഅമത്തുകളും നൽകണേ അല്ലാ. കാവൽ നൽകണേ അല്ലാ. ശൈത്താന്റെ ശർറുകളെ തൊട്ട് നീ കാക്കണേ അല്ലാ. കാലയിടങ്ങേറുകളിൽ നിന്ന്, ഫിത്ന ഫസാദുകളിൽ നിന്ന്, പടർന്നു പിടിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടെല്ലാം ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. അവരുടെ കടങ്ങളെല്ലാം നീ വീട്ടി കൊടുക്കണേ അല്ലാ. നിരപരാധികളായി ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അബ്ദുൽ നാസർ മൈദീൻ ഉസ്താദ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്ക് നീ മോചനം കൊടുക്കണേ അല്ലാ. നമ്മുടെ സമുദായത്തിന് ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഹിമ്മത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഐക്യം നിലനിർത്തണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ രാജ്യത്തിനെയും നീ ഏറ്റെടുക്കണേ അല്ലാ. പരസ്പര സ്നേഹവും സന്തോഷവും സമാധാനവും നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് ഉമ്മമാര് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ നൽകണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. റൗള കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങൾക്കെല്ലാം ഈമാൻ നൽകണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ.
ഈമാൻ നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പരമാവധി എല്ലാവരുടെയും വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വിട്ടുപോയതൊക്കെ അല്ലാഹുവിലേക്ക് തവക്കുലാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹ വസ്ത്രങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ആരംഭിച്ചതാണ്. ചേർത്തലയിലാണ്, ആലപ്പുഴയിലുള്ള ചെറിയൊരു കടയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്താണ്. നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസികളിലോ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ പെട്ട് ജോയിൻ ചെയ്തിട്ട് ആ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫോൺ നമ്പർ എടുത്തിട്ട് നിങ്ങൾ വിളിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. എല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കുക. എല്ലാവർക്കും വേണ്ടി പരമാവധി ദുആ ചെയ്യാം. സമയം ഒരുപാട് വൈകിട്ടും നിങ്ങൾ എല്ലാവരും ഇരുന്നവർക്കും പങ്കെടുത്തവർക്കും ആമീൻ പറഞ്ഞവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും ഖൈറും ബർക്കത്തും അല്ലാഹു തരട്ടെ. എല്ലാം ഏറ്റെടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട നാളത്തെ ദുആകളിലും ഇനിയുള്ള ദുആകളിലുമൊക്കെ എന്നെയും കുടുംബത്തിനെയും അതുപോലെ നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ ഈ മജ്ലിസ് കാണുന്നവരെയും ഒക്കെ